ഫേസ്ബുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചോറിനുള്ള കറി പറപ്പിക്കൂടെ നടന്ന് ഇതിൽ പറിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നൊരു വളരെയേറെ കുറച്ച് ദിവസമായി ഈ പാവയ്ക്ക കണ്ടപ്പോൾ മുതൽ ഒരാഗ്രഹം ഈ പാവയ്ക്ക കിച്ചടി വയ്ക്കുന്നത്. അതിനായിട്ട് ഞാൻ വെക്കുകയാണ് ഈ പാവയ്ക്ക. ഇനി അതവിടെ നിന്നിട്ടുണ്ടെന്നൊരിക്കൽ അത് പുഴു കുത്തി പോകത്തേ ഉള്ളൂ. അല്ല, ചെറുപ്പത്തിൽ പുഴു കുത്തും, പക്ഷേ ഇനി അതവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിപ്പോകും. കാരണം ഞാൻ പാവയ്ക്ക പാവൽ നട്ടിട്ട് നന്നാകുന്നില്ല. എന്നാൽ പിന്നെ വേണ്ടാന്ന് വെച്ച് ഞാനിങ്ങനെ തലതിരിഞ്ഞങ്ങ് നിന്നപ്പം പാവയ്ക്ക 2 എണ്ണം കിട്ടി. 2 എണ്ണം അല്ല, 3 എണ്ണം. അപ്പുറത്തുനിന്ന് ഒരെണ്ണം കഴിഞ്ഞ ദിവസം കിട്ടിയായിരുന്നു. അത് എൻ്റെ അസുഖത്ത് മൂലം അത് പഴുത്തുപോയി. അങ്ങനെ 2 പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഇത് മതി കിച്ചടി വെക്കാൻ. കിച്ചടി വെക്കാൻ അറിയാവുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ എൻ്റെ കിച്ചടി നമുക്ക് 2 പേർക്കും കൂടെ 2 പേരുടെ കിച്ചടി തമ്മിലുള്ള സാമ്യം വ്യത്യാസവും നമുക്ക് ഒന്ന് പറഞ്ഞു തരണേ. ഞാൻ വെക്കുന്ന കിച്ചടി സാധാ മട്ടിലുള്ള ഒരു കിച്ചടിയാണ്. കാരണം എനിക്ക് ഒരുപാട് കിച്ചടിയൊന്നും വെക്കാൻ അത്ര നല്ല പരിചയമില്ല. പക്ഷേ എന്നാൽ ഞാൻ വെക്കുമ്പോൾ പിള്ളേർ പറയും ഒത്തില്ല എന്ന്. അപ്പോൾ എന്നാൽ പിന്നെ ഇതിനെ വെച്ച് ഞാൻ ഒരു പുതിയ മോഡലിലൊരു കിച്ചടി ഞാനൊന്ന് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചാൽ കേട്ടോ. അതിനായിട്ട് ഞാൻ 2 പച്ചമുളകുണ്ട്. അത് ഞാൻ പറിച്ചെടുക്കുകയാണ്. അത് ഈ വേനൽക്കാലത്ത് എല്ലാം ഉണങ്ങിക്കരിഞ്ഞു, എന്നാലും വേണ്ടുകയില്ല. ഓരോന്നൊക്കെ വെച്ച് ഞാനൊരു ചാറും ഒരു ഒഴിച്ചുകഴിയും ഒരു വറവും ഒക്കെ ഞാനിപ്പോൾ തന്നെ ആക്കുന്നതാണ്. ഇത് കരിയാപ്പിലയൊക്കെ എടുത്തു. പച്ചമുളകും പറിച്ചു കൊണ്ടുവന്ന് വെച്ചു. പച്ചമുളകൊക്കെ താഴെയുണ്ട്. ഇതൊക്കെ ഞാൻ പറമ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. നിങ്ങൾ വിചാരിക്കുമോ ഈ 2 ചുണ്ടിങ്ങ പോലെ തന്നെ 2 വഴുതനങ്ങ വെച്ച് അല്ലാനാണ്. അതൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കയ്യിൽ ഇച്ചിരിയൊക്കെ കിട്ടിയാൽ മതി. നമ്മൾ ബാക്കി അത് നീട്ടി ആവശ്യത്തിന് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. ഓക്കെ, ബൈ. ഓക്കെ, ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങൾക്കായിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഇത് കൂട്ടി ചീനിച്ചട്ടിയൊക്കെ വെക്കുവാണ് വേഗം മൂത്ത് കിട്ടും. പിന്നെ മറ്റേ ചട്ടിയൊക്കെ വലിയ ചട്ടിയാണ്. ഇപ്പം ചെറുതും ഒരു ചട്ടി എടുത്ത് ഇത് ഇൻഡാലിയൻ ചട്ടിയാണ്. ചട്ടിക്കകത്തിട്ട് നമ്മൾ അത് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് പാവയ്ക്ക ഉള്ളത്. അതിനകത്തെ കുരുവെല്ലാം കളഞ്ഞ് വട്ടത്തിൽ ഞാനിങ്ങോട്ട് അരിഞ്ഞെടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ ഞാനുണ്ട് പച്ചമുളകും ഒക്കെ കൂടെ ഇട്ടു. എന്നിട്ട് ചൂടാകട്ടെ. ഞാൻ അതിന് വേണ്ട തേങ്ങായും ഒരു കുത്തി തേങ്ങായും ഒരു 1/2 സ്പൂണ് കടുകൂടെ കൂടി അതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനത് എടുത്തു വെച്ചു. ഇപ്പോൾ ചട്ടി നല്ലതുപോലെ ചൂടായി. അപ്പോൾ ഞാൻ അതിനാവശ്യമായ എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ലത്, വേറെ ഒന്നും അതിനകത്ത് ചേർക്കരുത്. വെളിച്ചെണ്ണയ്ക്കാണ് ഈ കറി വെക്കുമ്പോൾ ടേസ്റ്റ് കൂടുതൽ. കിച്ചടിയല്ലേ, അപ്പോൾ അത് ഇന്ന് തന്നെ കൂട്ടി തീർക്കുകയും വേണം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് മാത്രമേ നമ്മൾ ആ സാധനങ്ങൾ ഉണ്ടാക്കാൻ പാടുള്ളൂ. കാരണം അത് വേഗം കേടായിപ്പോയി. ഈ കിച്ചടി ആയാലും പച്ചടി ആയാലും ഒക്കെ ഒരു രസമില്ല സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ഞാൻ എടുത്തു വെച്ചു. അത് നല്ലപോലെ എണ്ണ ചൂടായിട്ട് വേണം അതിനകത്തോട്ട് ഇച്ചിരി ഉപ്പും ഒക്കെ ഇട്ട് തിരുമ്മി ഞാൻ അവിടെ വെച്ചിരുന്ന മുളകും പച്ചമുളകും വഴുതനങ്ങായി കരിയാപ്പിലയും ഉപ്പും കൂട്ടി തിരുമ്മിയതാണ്. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ അതിനകത്തോട്ട് ഇടുവാണ്. അതുപോലെ ഇനി അതൊന്ന് വറുത്ത് കോരി എടുക്കണം. അതിന് വേണ്ടിയിട്ട് അതുപോലെ വറുത്തെടുക്കുവാണ്. ചിലർ പറയും കൊത്തിയരിയാണ്. കൊത്തിയരിഞ്ഞാൽ പച്ചടി എന്നല്ല എൻ്റെ പേര്. ഇത് കിച്ചടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് അങ്ങോട്ടൊന്ന് വറുത്തെടുക്കുക. നമുക്കൊന്ന് നോക്കാമല്ലേ അതാ ടേസ്റ്റ് എന്ന് നിൽക്കണം. അതുപോലെ ചുമന്നു ഇത് നല്ലതുപോലെ ചുമന്ന് കഴിയുമ്പോൾ ഞാനതുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി. വെണ്ടയ്ക്കായും മുളകും കറിവേപ്പിലയും കൂടെ കൂടിയാണ് ഞാൻ വറുത്തത്. ഇച്ചിരി ഉപ്പും തിരുമ്മി അങ്ങ് വറുക്കുമ്പോൾ വെണ്ടയ്ക്കാന്ന് എപ്പോഴും നാവേ വരുന്ന പാവയ്ക്ക അത് വറുത്ത് നല്ലപോലെ ഉപ്പും തിരുമ്മി വറുത്ത് ഞാൻ ഇന്നെടുത്ത് മാറ്റി വെക്കുക. അതവിടെ വെച്ചു. ഇനി ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് തേങ്ങായും കട്ടത്തൈര് ഒരു 3 സ്പൂണ് കട്ടത്തൈര് എടുത്ത് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചല്ലോ. എന്നിട്ട് ആ തേങ്ങായും പച്ചക്കറി കൂടെ നല്ല പഞ്ഞി പോലെ അരച്ചെടുത്തതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നി എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന കൈ വെച്ചിട്ടൊക്കെ ചെയ്യുന്ന അത് സ്പൂൺ വെച്ചാക്കിയാൽ ഒട്ടും ആകില്ല.
അത് തന്നെയുമല്ല എൻ്റെ കൈ ഞാൻ നല്ല ഭംഗിയായിട്ട് കഴുകിയതാണ് കേട്ടോ. എന്നിട്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്യുവാണ്. അതിനകത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അത് നല്ലതുപോലെ തേങ്ങായും കടുകും അരച്ചതും തൈര്, കട്ട തൈര് വേണം, വെള്ളം ഒട്ടും പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള തൈര് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഇന്നലെ ഞാൻ ഒരു ജ്യൂസും ഇതൊക്കെ ആക്കിയ ഒരു വീഡിയോ ഉണ്ട് കഴിഞ്ഞ ദിവസം. പിന്നെ തൈര് കൊണ്ട് ജ്യൂസാക്കുന്നതും ഒക്കെ ചെയ്യുന്ന വീഡിയോ ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നല്ലപോലെ പിന്നെ കട്ടത്തൈര് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇത് ഞാൻ എണ്ണയ്ക്കകത്തോട്ട് ഒരു 1/2 സ്പൂണ് കടുക് ഇട്ടു. ഇനി അത് മൂത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് മൂത്ത് വന്നു കഴിഞ്ഞിട്ട് വേണം ബാക്കി സാധനങ്ങൾ അതിനകത്തോട്ട് ചേർക്കാൻ. അപ്പോൾ അതിനായിട്ട് അത് മൂത്തില്ല, പൊട്ടിയില്ല, നല്ലതുപോലെ പൊട്ടണം. പൊട്ടിയില്ലെങ്കിൽ ഈ കടുകിന് വേറൊരു ചോ വരും. കാര്യം പച്ചക്കടുകൊക്കെ അരച്ചതാണെങ്കിൽ അതിൻ്റെ മേലെ ആ കടുക് പൊങ്ങി കിടക്കണം. അതാണ് അതിൻ്റെ ഭംഗിയും വേണമല്ലോ. നമ്മൾ സാധനം ഉണ്ടാക്കുമ്പോൾ അതിന് ഭംഗിയും വേണം, ഇതും വേണം. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി പിന്നെ ചെറിയ ഉള്ളിയും കരിയാപ്പിലയും കൂടി അരിഞ്ഞ് വെച്ചതാണ്. കനം കുറച്ച് അരിഞ്ഞ് ഞാനത് എടുത്തതാണ്. അത് മൂത്തിട്ട് അതിനകത്ത് താളിച്ച് അതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് 2 പത്തൽമുളകും കൂടെ അതിനകത്തോട്ട് മുറിച്ചിട്ടു. ഈ പത്തൽമുളകൊക്കെ ഇവിടെ ഉണ്ടായതാണ് കേട്ടോ, മേടിച്ചൊന്നുമല്ല. ഇവിടെ ഞാൻ 5-6 ചീനിയൊക്കെ ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യമായിട്ട് വെക്കും, 5-6 വെച്ചൊക്കെ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറച്ച് അരിഞ്ഞ് കൂട്ടാനുള്ളതും കിട്ടും. പിന്നെ ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഉണങ്ങിയും കിട്ടും. അപ്പോൾ ഞാനത് ഇനിയിപ്പോൾ ഞാൻ ഇത് അതുപോലെ മുളകൊക്കെ മൂത്തു. അപ്പോൾ ഞാൻ ഈ വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കായും പച്ചമുളകും ഉണ്ടല്ലോ, കരിയാപ്പിലയൊക്കെ, അത് ഞാൻ ആ തൈരിനകത്തോട്ട്, തൈര് തന്നെയല്ല അതിനകത്തോട്ട് നല്ലതുപോലെ അങ്ങ് ചേർത്ത് വെച്ചിട്ട് വേണം എനിക്ക് അതിൻ്റെ മേലെ കടുക് പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ ഞാനിത് അങ്ങനെ ചേർത്തതിന് ശേഷം അതിൻ്റെ മേലെ കടുക് പൊട്ടിച്ചൊഴിക്കുക. കൈ പൊള്ളുന്നു, കാരണം കൈകൾപ്പിന് ഇത് മറ്റേ ക്ലിപ്പ് കൊണ്ട് പിടിക്കത്തില്ല. ഇത്ര കനമുള്ള ചട്ടിയാണ്, അപ്പം അത് ക്ലിപ്പ് കൊണ്ട് പിടിക്കത്തില്ല. അപ്പം ഞാൻ നല്ലതുപോലെ കട്ടിയിൽ പിന്നെ ടവലെടുത്തിട്ട് മുറുക്കെ ഇതായിട്ടാണ് ഞാനിത് ആ ചട്ടി ഞാൻ വാങ്ങുന്നത്. നല്ല കനമുണ്ട്, അതാകുമ്പം പിന്നെ കരിഞ്ഞു പോവുകയില്ല അങ്ങനെ. അപ്പോൾ ഞാനത് കടുക് പൊട്ടിച്ച് അതിനകത്ത് ഒഴിച്ചു. ഇനി അതിൻ്റെ പണി പൂർത്തിയായി. അടിപൊളി കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി പിന്നെ കയ്പോ അങ്ങനെയുള്ളതൊന്നുമില്ല. പാവയ്ക്കായുടെ നല്ലൊരു ടേസ്റ്റുണ്ട്. പിന്നെ ഉപ്പും പാകത്തിനാണ്. പിന്നെ അങ്ങനെ എല്ലാം കൊണ്ടും കൂടെ നല്ലൊരു അടിപൊളി കിച്ചടി, പാവയ്ക്ക കിച്ചടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് അഭിപ്രായം അറിയിക്കണേ.